സ്വർണ്ണക്കൊള്ളയിൽ ഞങ്ങളുടെ കൈകൾ വെള്ളി പൂശിയതാണ് എന്ന് ഇനി CPM-നെ കൊണ്ട് പറയാനാകില്ല. കാരണം അവരുടെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്ന N. വാസു അറസ്റ്റിലായതോടെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CPM നേതൃത്വത്തിനും പങ്കുണ്ടെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. അതുമാത്രവുമല്ല, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിന് വീണ്ടും നോട്ടീസ് അയച്ച് പ്രത്യേക അന്വേഷണ സംഘം അടുത്ത ഘട്ട നീക്കുപോക്കിലേക്ക് കടന്നിരിക്കുകയാണ്. ചോദ്യം ചെയ്യലിന് അടിയന്തരമായി ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. പത്മകുമാറിന്റെ മുൻ പ്രൈവറ്റ് സെക്രട്ടറിയെ ചോദ്യം ചെയ്തതായി സൂചനയുമുണ്ട്. രണ്ടാം തവണയാണ് പത്മകുമാറിന് നോട്ടീസ് അയക്കുന്നത്. നേരത്തെ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും പത്മകുമാർ അത് ചെയ്തിരുന്നില്ല. N. വാസു മാത്രമല്ല, മുൻ ദേവസ്വം മന്ത്രിയും നിലവിലെ ദേവസ്വം മന്ത്രിയും പ്രതികളാകേണ്ടവരാണ്. ഇക്കാലത്തെ ദേവസ്വം ബോർഡുകളും പ്രതിപട്ടികയിൽ വരും. അതുകൊണ്ടാണ് സ്വർണ്ണക്കൊള്ളയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും PS പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡിനെ ചവിട്ടി പുറത്താക്കണമെന്നും പ്രതിപക്ഷം നേരത്തെ ആവശ്യപ്പെട്ടത്. CPM നേതൃത്വവുമായും സർക്കാരിലെ ഉന്നതരുമായും അടുത്ത ബന്ധമുള്ള ആളാണ് വാസു. ചില ഘട്ടങ്ങളിൽ ബോർഡിനേക്കാൾ വലിയ അധികാര കേന്ദ്രമായിരുന്ന വാസുവിന്റെ പിൻബലം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള CPM നേതാക്കളുമായുള്ള അടുത്ത ബന്ധമായിരുന്നു. വാസു നടത്തിയ കൊള്ളയുടെ തുടർച്ചയാണ് വാസുവിന് ശേഷം വന്ന ദേവസ്വം ബോർഡും ചെയ്തിരിക്കുന്നത്. വാസു അറസ്റ്റിലായതോടെ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി VN വാസവനെയും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യണം. A. പത്മകുമാറിന്റെയും PS പ്രശാന്തിന്റെയും നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡുകളെയും ചോദ്യം ചെയ്യലിന് വിധേയമാക്കണം. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N. വാസുവിനെ ഈ മാസം 24 വരെയാണ് റിമാൻഡ് ചെയ്തത്. വാസുവിനെ പത്തനംതിട്ടയിൽ നിന്ന് കൊട്ടാരക്കര സബ് ജയിലിലേക്ക് കൊണ്ടുപോകും. കസ്റ്റഡി അപേക്ഷ പിന്നീട് സമർപ്പിക്കും. വാസുവിനെതിരെ ഗുരുതര കാര്യങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിൽ ചേർത്തിരിക്കുന്നത്. ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തി നവീകരണത്തിന് ശുപാർശ നൽകിയെന്നും രേഖകളിൽ സ്വർണം പൊതിഞ്ഞ പാളികൾ എന്നത് ഒഴിവാക്കിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം പാളി കൊടുത്തുവിടാൻ ഇടപെടൽ നടത്തിയെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇതര പ്രതികളുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി ബോർഡിന് നഷ്ടമുണ്ടായെന്നും പ്രതികൾക്ക് അന്യായമായി ലാഭമുണ്ടായെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇന്നലെ വൈകിട്ടാണ് N. വാസു അറസ്റ്റിലാകുന്നത്. തുടർച്ചയായ 2 ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷമായിരുന്നു അറസ്റ്റ് ചെയ്തത്. ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. ശബരിമല ശ്രീകോവിലിലെ കട്ടളപ്പാളിയിലെ സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് വാസുവിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന വിവരം SITക്ക് ലഭിച്ചിരുന്നു. പിന്നാലെയാണ് വാസുവിനെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചത്. ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറും ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബുവുമാണ് വാസുവിനെതിരെ മൊഴി നൽകിയത്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ N. വാസുവിന് അറിയാമായിരുന്നു എന്നായിരുന്നു സുധീഷ് കുമാർ SITക്ക് നൽകിയ മൊഴി. എന്തായാലും CPM-ന് ഒപ്പം നിൽക്കുന്ന ഓരോരുത്തരായിട്ട് ഇങ്ങനെ അഴികൾ എണ്ണുമ്പോൾ അടുത്ത ദിവസം മന്ത്രി VN വാസവനാണോ അതോ മുൻ മന്ത്രി കടകംപള്ളിയാണോ അറസ്റ്റിലാകുന്നതെന്നത് കണ്ടറിയണം. മന്ത്രിമാരുടെ വീട്ടിലേക്ക് ഒരു റെയ്ഡ് നടത്തിയാൽ അതിനുള്ള ഉത്തരം കിട്ടുമെന്നാണ് സ്വർണ്ണപ്പാളി വിഷയത്തെക്കുറിച്ച് ജനങ്ങൾ സോഷ്യൽ മീഡിയയിൽ കമന്റ് ഇടുന്നത്. എന്തായാലും മൂന്നാം ഭരണം സ്വർണം കൊണ്ടുപോയി എന്നേ ഈ നിമിഷത്തിൽ പിണറായിയോട് പറയാനുള്ളൂ.